റിപ്പോർട്ടർ ബ്രേക്കിംഗ് പോലീസ് മേധാവി പ്രാഥമിക പട്ടികയിലെ DGP-മാർക്കെതിരെ വ്യാപക പരാതി. M.R. അജിത് കുമാർ ഒഴികെയുള്ള എല്ലാവർക്കുമെതിരെ UPSCക്ക് മുന്നിൽ അജ്ഞാത പരാതികൾ എത്തിയിട്ടുണ്ട്. സംസ്ഥാനം നൽകിയ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നിതിൻ അഗർവാളിനെതിരെ 2 പരാതികളാണ് ലഭിച്ചത്. 2 ആഴ്ചയ്ക്കകം UPSC ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. 3 പേരുടെ പട്ടികയാണ് തയ്യാറാക്കുക. റോഷിപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ, വളരെ നിർണായകമായ നീക്കമാണിത് സംഭവിച്ചിരിക്കുന്നത്. M.R. അജിത് കുമാറിനെതിരെ ബാക്കിയുള്ളവർക്കെല്ലാം പരാതികൾ പോകുന്നു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സൂചന എന്താണ്? ഡോക്ടർ അരുൺകുമാർ, ഈ മാസം 31-നാണ് നിലവിലെ പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത്. ആ ഒഴിവിലേക്ക് 6 പേരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കിയാണ് സംസ്ഥാന സർക്കാർ UPSCക്ക് കൈമാറിയത്. ആ പട്ടികയിലെ 1-ാമൻ റോഡ് സേഫ്റ്റി കമ്മീഷണറായ നിതിൻ അഗർവാളാണ്. ഒപ്പം 2-ാമൻ രവിഡ ചന്ദ്രശേഖറാണ്. ഇപ്പോൾ IBയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. 3-ാമൻ യോഗേഷ് ഗുപ്തയാണ്, സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിയാണ്. 4-ാമൻ മനോജ് എബ്രഹാം, സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ. 5-ാമൻ സുരേഷ് രാജ് പുരോഹിത്, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG ഉദ്യോഗസ്ഥൻ. 6-ാമനാണ് നിലവിൽ ബറ്റാലിയന്റെ ചുമതലയുള്ള ADGP M.R. അജിത് കുമാർ. ഇങ്ങനെ 6 പേരുടെ പട്ടിക കൈമാറി. അതിൽ M.R. അജിത് കുമാർ ഒഴികെ മറ്റ് 5 പേർക്കെതിരെ നിരവധി പരാതികളാണ് നിലവിൽ UPSCക്ക് മുന്നിൽ എത്തിയത്. ഈ പരാതികൾ പലതും അജ്ഞാത പരാതികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഊമക്കത്തുകളായ അടക്കം പരാതികൾ വരുന്നു. അഴിമതിക്കാരാണ് അവർ, ഒറ്റുകാരാണ് എന്നടക്കമുള്ള നിരവധി പരാതികളാണ് UPSCക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഏതായാലും പോലീസ് മേധാവിയാകാനുള്ള വടംവലി ശക്തമാകുന്നു എന്നതിന്റെ സൂചന കൂടിയായി ഈ പരാതികളെ കാണണം. അതിനിടയിൽ DGP-ആയ മനോജ് എബ്രഹാമിന് എതിരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി വരികയും ചെയ്തു. നേരത്തെ ഈ പട്ടികയുള്ള ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കോടതിയടക്കം സമീപിച്ച ഒരു വ്യക്തിയാണ് മനോജ് എബ്രഹാമിനെതിരെ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നടക്കമുള്ള ആരോപണങ്ങളും പോലീസുകാർക്കിടയിൽ ഉയർന്നുണ്ട്. ഏതായാലും 25-നകം തന്നെ UPSC യോഗം ചേർന്ന ഒരു ചുരുക്കപ്പട്ടിക, 3 പേരടങ്ങുന്ന ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ആ പട്ടിക സംസ്ഥാന സർക്കാരിന് അയക്കുകയും ചെയ്യും. ആ പട്ടികയിലെ 3 DGP-മാരിൽ ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാൻ കഴിയും. നിലവിൽ 5 പേരടങ്ങുന്ന UPSC കമ്മിറ്റിയാണ് ഈ പട്ടിക തയ്യാറാക്കുക. അതിൽ സംസ്ഥാനം ചീഫ് സെക്രട്ടറിയും നിലവിലെ പോലീസ് മേധാവിയും അംഗങ്ങളാണ്. അതിനൊപ്പം ആഭ്യന്തര വകുപ്പിൽ, കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അതിൽ UPSC ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെടുന്ന ആ കമ്മിറ്റിയാണ് കാര്യങ്ങൾ പരിശോധിക്കുക. UPSCക്ക് കൈമാറിയ പട്ടികയ്ക്കൊപ്പം IBയുടെ അന്വേഷണ റിപ്പോർട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികൾ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എന്നാൽ പോലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഉതകുന്ന രീതിയിലാണ് നിരവധി പരാതികൾ ഇപ്പോൾ നടത്തുകയാണ് ചിലർ എന്ന് വേണം മനസ്സിലാക്കാൻ. നിഴൽയുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം ഋഷി. M.R. അജിത് കുമാർ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം പരാതികൾ കിട്ടുന്നു. ഇതൊന്നും UPSC കാര്യമായി പരിഗണിക്കാറില്ല. UPSCയുടെ മുന്നിലുള്ള വിവരങ്ങൾ മാത്രമാണ് UPSC പരിഗണിക്കാറുള്ളത്. ആരെങ്കിലും ഊമക്കത്ത് എഴുതിയാൽ അത് UPSC സാധാരണ ഇതിൽ പരിഗണിക്കാറില്ല. ഒരു നിഴൽയുദ്ധം നടത്തുന്നു എന്ന് വേണം കരുതാൻ. ആർക്കു വേണ്ടി എന്നുള്ളത്